ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരവിന്റെ കുഞ്ഞിനെ കാണാതായിരിക്കുകയാണ്. സരവാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. കുറച്ചു നേരം അമ്മയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞെവിടെ അമ്മേ, എൻ്റെ കുഞ്ഞ് വന്നോ എന്നൊക്കെ സന്തോഷത്തോട് ചോദിച്ചു. അപ്പം തന്നെ ഒരു കരച്ചിലിന്റെ അറ്റത്തെത്തുകയാണ്. അതിനുശേഷം അമ്മയാണെന്നൊന്നും നോക്കാതെ അമ്മയെ തള്ളി മാറ്റിയിട്ട് അവൾ പുറത്തേക്ക് ഓടുകയൊക്കെയാണ്. അങ്ങനെ ശരിക്കും ഒരു മുഴു ഭ്രാന്തിയെ പോലെ ആവുകയാണ് സരയു. അതിനിടയിലാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും ചേർന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും സരയുവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിരൺ പറയുകയാണ്, നീ ഞങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞങ്ങൾ മറന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്തായാലും നീ ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, നീ ഇനിയും കുറെ സത്യങ്ങൾ അറിയാനുണ്ട്, അപ്പോൾ നീ തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ ശാരിയെ കുറിച്ചുള്ള ആ രഹസ്യം അറിയുന്നുണ്ട്. ശാരി അമ്മയല്ലെന്ന്, അതുപോലെ താരയാണ് തൻ്റെ അമ്മയെന്നും മനസ്സിലാക്കുകയാണ്. അപ്പോഴും തനിക്ക് തൻ്റെ ഭർത്താവ് കൂടെയുണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ്, എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ സരയു മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ നിഷയുടെ വിവാഹം മുടങ്ങിയതൊക്കെ നിഷയുടെ വിവാഹബന്ധത്തിൽ വിള്ളലുകൾ വീണ കാര്യങ്ങളെല്ലാം തന്നെ സരയുവിന് അറിയാം. അങ്ങനെ നിഷയെ ഒരു ദിവസം കാണാനിട വരികയാണ്. അങ്ങനെ നിഷയോട് കാര്യങ്ങൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ കരയാൻ നിങ്ങൾ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ നിഷ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം എന്തായാലും സരയുവിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കല്യാണിയുടെ നിർദ്ദേശപ്രകാരം അവരെല്ലാവരും സരയുവിനെ കാണാൻ എത്തുകയാണ്. സരയുവിന്, അതായത് നമ്മുടെ ഡോണയാണെങ്കിലും ജുബാന, അതുപോലെ നിഷ, അങ്ങനെ 3 പേരും സരയുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സരയുവിനോടായിട്ട് ആ ഒരു സത്യം പറയുകയാണ്. അവർ പറയുന്നുണ്ട്, ഡോണ പറയുകയാണ്, എന്നെ വിവാഹം ചെയ്യാൻ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു, അതാരാണെന്ന് അറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജുബാനയും പറയാണ്, എന്നെ വിവാഹം കഴിച്ച് അത് എന്നെ ചതിച്ചതും പിന്നെ ഇവളെ നിഷയെ വിവാഹം കഴിച്ച് നിഷയുടെ വിവാഹ ജീവിതം, അതായത് അവളുടെ ദാമ്പത്യ ജീവിതം തകർത്തതും എല്ലാതും ഒരാളാണ്. അതാരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവ് മനോഹർ എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രോഡ് ആയ ആ ഒരു ഭർത്താവ്. അവൻ നിങ്ങൾക്ക് മനോഹറാണെങ്കിൽ ഞങ്ങൾക്ക് പലർക്കും പല പേരുകളാണ് അയാളുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സരയിനൊന്നും മനസ്സിലാവാതെ, സരയെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തെളിവ് സഹിതം അവരുടെ മൊബൈലിലുള്ള ഫോട്ടോകളടക്കം, അവരും ഭർത്താവുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോകളടക്കം സരയുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് സരയു ആകെ തകർന്ന് തരിപ്പണമാവുകയാണ്. എന്തായാലും സരയുവിന് ഇനി ഇതിൽ വലിയ ഷോക്കൊന്നും കിട്ടാനില്ല. തൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ സരയു എത്തുകയാണ്. എന്തായാലും സരയു പിന്നീട് നമ്മുടെ കിരണിനെ കാണുന്നുണ്ട്. കിരണിനോട് പറയുകയാണ്, നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ തോറ്റു. ഞാൻ ഇനി ഒന്നിനുമില്ല. എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാൽ മതി. അവനെ, ആ പെണ്ണുപിടിയനായ എൻ്റെ ഭർത്താവിനെ, അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. അതിന് വേണ്ട സഹായങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് കിരണിനോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കിരണൊക്കെ ചേർന്നിട്ടൊക്കെ തന്നെയാണ് മനോഹറിനെ പോലീസിൽ ഏൽപ്പിക്കുന്നതും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ മനോഹറാകുന്നതും. അതോടുകൂടി തൻ്റെ കുഞ്ഞു അപ്പോഴാണ് ഒരു ബാധ്യതയായിട്ട് നമ്മുടെ സരയുവിന് തോന്നുന്നത്. എന്തായാലും തനിക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ എന്നുള്ള ഇതിൽ കുഞ്ഞിനെയും ഇതാക്കി പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതേ സമയത്ത് സരയുവിന് എന്തെല്ലാം സഹായം വേണോ അതെല്ലാം തന്നെ കിരണും കല്യാണിയൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. സരയുവിൻ്റെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണ്. അവൾ നല്ലൊരു സ്വഭാവമാവുകയും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുകയും താരയെ സ്വന്തം അമ്മയായി തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ജീവിതം, അവൾക്ക് പറ്റിയൊരു ഭർത്താവിനെ കണ്ടെത്തി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ കിരണും കല്യാണിയും എല്ലാവരും ചേർന്നിട്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.